പിന്നെ ഇന്നലെ മരിച്ചില്ലയോ അവൻ ഈ പടിക്ക് ഇരുന്നും കൊണ്ട് ഇത്രയുള്ള പിച്ചാത്തി മോന് ഇത്രയുള്ള എന്റെ വീടിന് മുന്നിൽ കുറച്ച് പേർ വന്ന് നിൽപ്പുണ്ട്. എന്നെ കൊല്ലാനാണത്, എനിക്കറിയാം. നീ പെട്ടെന്ന് പോലീസിനെ വിളിച്ച ഇങ്ങോട്ട് വരണം. ഇത്രയും നമസ്കാരം. ഇന്നലെ കൊല്ലം കരുനാഗപ്പള്ളിയിൽ നടന്ന ഗുണ്ട പകതീർക്കൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അലുവ അതുൽ എന്ന് പറയുന്ന ഒരു ഗുണ്ടാ നേതാവിനെ മറ്റ് വേറൊരു ഗുണ്ടാ സംഘങ്ങൾ വന്ന് നടറോട്ടിലിട്ട് വെട്ടിക്കൊല്ലുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ പറഞ്ഞു വരുന്നത് വേറെ ആരെയും ഇതിനു മുമ്പ് ഇതുപോലെ വെട്ടിക്കൊന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതായത് കൊന്നത് മറ്റാരെയുമല്ല, ജിം സന്തോഷ് എന്ന് പറയുന്ന ഒരു ഗുണ്ടാ തലവനെ എന്ത് ചെയ്തു, വെട്ടിക്കൊന്ന പ്രതിയാണ് ഈ പറയുന്ന അലുവ അതുൽ. എല്ലാം നല്ല ക്രിഡിലം പേരാണ്. അപ്പൊ കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ മാർച്ച് 27-നാണ് ഈ പറയുന്ന ജിം സന്തോഷിനെ വെട്ടിക്കൊല്ലുന്നത്. മനസ്സിലായോ? ആ വെട്ടിക്കൊന്ന പ്രതി ഈ പറയുന്ന ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി വന്ന് ഒരാഴ്ച ആവുന്നു. അതായത് ഒരു വർഷം തികയുന്നതിന് മുമ്പേ അപ്പുറത്തെ സൈഡിലുള്ള അവർ പക വീട്ടി നട റോട്ടിൽ ഒരു മറയും ഒന്നുമില്ല, കാറ് കൊണ്ട് ഇടിച്ചിടുന്നു, പോകുന്നു, തറ വെട്ടിക്കൊല്ലുന്നു എന്നുള്ളതാണ്. അതിനകത്ത് രണ്ടുപേരും ഉണ്ടായിരുന്നു, ഒരുത്തർ രക്ഷപ്പെട്ടു. ആദ്യം ഇതൊരു ഒരു ഒരു വൻ ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ ഈ പറയുന്ന മുംബൈ അധോലോകമാണോ അതോ ബോളിവുഡ് സിനിമയാണോ അതൊക്കെ അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു കഥയാണ് ഇതിലുള്ളത്. അതായത് ഏതാണ്ട് 10 കൊല്ലത്തോളം നീണ്ടു നിൽക്കുന്ന പകയാണിത്. സത്യം പറഞ്ഞാൽ ഒരു സിനിമ പോലും ഇതേ രീതിയിൽ എടുത്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് അത്രയ്ക്ക്. അതിന് മുമ്പേയൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. അതായത് ഒരു വർഷവും കൂടി ആയില്ല, കഴിഞ്ഞ വർഷം മാർച്ച് 27-ന് ഈ പറയുന്ന ജിം സന്തോഷ് എന്ന് പറയുന്ന വ്യക്തിയെ വീട്ടിൽ കയറി സ്വന്തം അമ്മയുടെ മുൻപിൽ വെച്ച് ഇത് വെട്ടി ഒരു പരുവാക്കി കൊന്ന പ്രതിയാണ്, മെയിൻ പ്രതിയാണ് ഈ പറയുന്ന അലുവ അതുൽ. അവൻ ഈ വർഷം ഒരു വർഷവും കൂടി തികയുന്നതിന് മുമ്പ് അവന് ജാമ്യം കിട്ടി എന്നുള്ളതാണ്. ഒന്നതും കൊലപാതകമൊക്കെ അവിടെ നിൽക്കട്ടെ, ഇത് നമ്മുടെ സിസ്റ്റം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ നിയമവ്യവസ്ഥ, അതായത് ഒരാളെ വന്നെന്ത് സ്വന്തം അമ്മയുടെ ഫ്രണ്ടിലിട്ട് ഇയാൾ എങ്ങനെയുള്ള വ്യക്തി എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ഒരാളെ കൊല്ലുന്നു, കുറെ എണ്ണം കൂടി വന്ന് കൊല്ലുന്നു. അവന് ഒരു കൊല്ലം കഴിയുന്നതിന് മുമ്പ് അവൻ എന്ത് കിട്ടുന്നുണ്ട്, ജാമ്യം കിട്ടുന്നുണ്ട്. മനസ്സിലായോ? ഒരു കൊല്ലം തികഞ്ഞില്ല, അതിനു മുമ്പേ അവന് ജാമ്യം കിട്ടുന്നുണ്ട്. എന്നിട്ട് അവന്റെ പക തീർക്കാൻ വേണ്ടി അവന്റെ പാർട്ടിയിലുള്ളവരത് വീണ്ടും വെട്ടിക്കൊന്നു. അവന്മാരൊന്നും വെട്ടിക്കൊല്ലാൻ കാര്യത്തിന് അവന്മാർക്കറിയാം. അവന്മാർ ഇതുപോലെ ഒരു കൊല്ലം കഴിയുന്നതിന് മുമ്പ് എവിടെയെങ്കിലും ആരെങ്കിലും കൊണ്ടുവന്ന് ആരെങ്കിലും നമ്മളും ജാമ്യത്തിൽ ഇറങ്ങും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നിയമമാണ്, അല്ലേ? നമ്മുടെ നിയമത്തിന്റെ ഒരു വിഷയമാണ്. കൂട്ടത്തോടെ വന്ന് കൊന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം. ഒരുത്തൻ ഒറ്റയ്ക്കാണ് കൊന്നിരുന്നെങ്കിൽ അവൻ ജയിലിൽ കിടന്നില്ല, ജാമ്യം കിട്ടുന്നില്ല. ഒരു 4-5 പേര് ഒത്തു വന്ന് കൊന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ആര് കൊന്നെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടല്ലോ, ആരെ വെട്ടിലാണ് ചത്തത് എന്ന് കൃത്യമായിട്ട് അറിയാൻ പാടില്ല. അതുകൊണ്ട് യുവമാർക്ക് ജാമ്യം കിട്ടുമെന്നുള്ളതാണ്. എന്തോന്ന് നിയമങ്ങൾ എന്ന് എനിക്ക് മനസ്സിലായി. ഈ ഒരു നിയമം ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന എന്താണ് ഇപ്പൊ കൊന്നില്ലേ, ഈ പറയുന്ന ആരാണ് ഇപ്പൊ കൊന്നത്, ഈ പറയുന്ന ജിം സന്തോഷിന്റെ അനുയായികളാണ്. അവന്മാർക്കറിയാം ഒരു കൊല്ലം മുമ്പ് നമ്മളെ പുറത്തിറങ്ങും കുറെ ഇതൊക്കെ അവന്മാർക്ക് വന്നിരിക്കുന്നുണ്ട്. അവർക്കൊന്നും ഒരു ഇതുമില്ല, അവർക്ക് ഒരു പശ്ചാത്താപമോ ഒന്നുമില്ല എന്നുള്ളതാണ്. ഇതിന്റെ ഒരു കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മോ തല പൊട്ടിപ്പോകുന്ന കഥയാണ്. ഇത് സിനിമാ കഥയാണോ ആരെങ്കിലും പടച്ചുവിട്ടതാണോ എന്ന് പോലും തോന്നിപ്പോകുന്ന കഥകളാണ്. ആദ്യം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന കഴിഞ്ഞ പ്രാവശ്യം മരിച്ചില്ലേ ഈ ജിം സന്തോഷിനെ യുവമാരെല്ലാം കൂടി കൊന്നപ്പോ അതിന്റെ പ്രതികാരമായിട്ടാണ് യുവമാർ ഇപ്പൊ വന്ന് എന്ത് ചെയ്തത്, ഈ പറയുന്ന അലുവ അതുലിനെ കൊന്നത്. അതുകൊണ്ട് അതിന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നത് പോലെ ഈ ജിം സന്തോഷത്തിന്റെ അനുയായികൾ ഇപ്പോഴും ഉണ്ടെന്നാണ് അവന്മാർ ഇൻസ്റ്റാഗ്രാമിൽ ഈ ജിം സന്തോഷ് മുമ്പ് കളിച്ച ഒരു ഡാൻസ് ഇട്ടിട്ടുണ്ട്. ആ ഡാൻസ് ഇവിടെ വെച്ചുതരാം. ഇതാണ് ജിം സന്തോഷ്, കണ്ടോ, നല്ല തടിയുണ്ട്. ഈ പുള്ളിനെയാണ് കഴിഞ്ഞ മാർച്ചില് അവന്മാര് വീട്ടിൽ കയറി വെട്ടിക്കൊന്നത് എന്നതാണ്. ഇതിന്റെ പ്രതികാരമാണ് ഇപ്പോൾ എന്ത് ചെയ്തത്, ഈ പറയുന്ന പിന്നെ അലുവ അതുലിനെ കൊന്നത്. മനസ്സിലായോ? അലുവ അതുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റൊരു ഗുണ്ടാ സംഘത്തിന്റെ നേതാവാണ് എന്നുള്ളതാണ്. അപ്പൊ കണ്ടോ, ഇത്രയും പ്രശ്നമുണ്ടായിട്ടും അവന്മാർ ഇപ്പോഴും ആഘോഷിക്കുകയാണ്. അതായത് ഇവരുടെ കണ്ണികൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഇവർക്ക് പ്രതികാരമായിട്ട് അടുത്തവന്മാർ വരും. മനസ്സിലായോ? ഇനിയാണ് കാര്യത്തിലേക്ക്. അതിന് മുമ്പേ നമ്മുടെ ജിം സന്തോഷിനെ കൊന്നപ്പോ അമ്മയുടെ ഫ്രണ്ടിൽ വെച്ചാണ് ഇവർ കൊന്നത്. അത്രയ്ക്ക് ബോംബൊക്കെ എറിഞ്ഞ്, അതായത് ഇവന്റെ വീട്ടിൽ CCTV ഒക്കെ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം അറിയാം, വളരെ കൃത്യമായിട്ട് സ്കെച്ച് ഇട്ട് നേരെ വന്ന് കറണ്ട് ഓഫ് ചെയ്തപ്പോൾ CCTV വർക്ക് ചെയ്യില്ലല്ലോ.
അതിനുശേഷം ഒന്ന് മുതൽ അമ്മ പറയുന്ന ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ആ കഥയിലേക്ക് നമുക്ക് കിടക്കാം. 4 എണ്ണം കയറി ഇതിനകത്ത് എൻ്റെ കുഞ്ഞിനെ എന്തെല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇന്നലെ മരിച്ചില്ലയോ അവൻ ഈ പടിക്ക് ഇരുന്നും കൊണ്ട് ഇത്രയുള്ള പിച്ചാത്തി മോന്, ഇത്രയുള്ള പിച്ചാത്തിക്ക് എൻ്റെ കുഞ്ഞിന് എന്തോ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചെന്ന് കാണുന്ന ഉടനെ ഇഞ്ചനാര് കിടക്കുന്നത് പോലെ എൻ്റെ കുഞ്ഞിൻ്റെ ഇങ്ങനെ മാംസം കിടക്കുക, ഒരു പെറ്റതല്ല. അതെല്ലാം കഴിഞ്ഞനൊക്കെ ഇതിനകത്തോട്ട് ഈ ചുടുക്കിന് 2 എന്തോന്നെടുത്ത് ഒരുത്തനങ്ങോട്ട് ഇറങ്ങി, 2 പേരങ്ങ് പോയി മുമ്പ്. എന്നിട്ട് 3ാമത് ഇറങ്ങിയവനെ പറഞ്ഞ് പൊട്ടിയിടാന്ന് പറഞ്ഞ്, ഇല്ല ഗുണ്ടുപോലെ ഒരു സാധനം. അപ്പോഴത്തേക്ക് 2 എണ്ണം പൊട്ടി, പിന്നെ 1 പൊട്ടി, പെട്ടെന്ന് തന്നെ മറ്റേതും പൊട്ടി. അത് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അവന്മാർ ഇറങ്ങി ഓടി. അത് ഈ പറയുന്ന ജിം സന്തോഷിന്റെ അമ്മ പറയുന്ന, ഇതിപ്പോ ഇന്നലെ എന്തോ എടുത്ത ഒരു ഇന്റർവ്യൂവിൽ അവർ പറയുന്നതാണ്. ആലോചിക്കണം, അവർ പറയും ഇത്ര നീളമുള്ള ഒരു കത്തിയാണ്, ആ കത്തി കൊണ്ട് ഇവർ വരച്ച് വിട്ടതാണ്. മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഇവന് എണീറ്റ് നടക്കരുത്. യുവമാരുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാൻ സാധിക്കുന്നത്, ചെല്ലുക, ആദ്യം കാലിന് മുട്ടിന് താഴോട്ട് വെട്ടിയിടുക, പിന്നീട് എണീറ്റ് ഓടത്തില്ല. അപ്പം എന്തും ചെയ്യാമല്ലോ എന്നുള്ളതാണ്. ഇനി ഇതിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന ജിം സന്തോഷ്, ഈ പറയുന്ന അലുവ അതുൽ, ഇവർ രണ്ടുപേരും ഒരേ സംഘത്തിലുള്ളവരായിരുന്നു എന്നുള്ളതാണ്. ഈ 2 പേരും ഒരേ സംഘത്തിലുള്ളവരായിരുന്നു. ഇവർ തമ്മിൽ ചെറിയൊരു പ്രശ്നം വന്നതിന് ശേഷം ഈ അലുവ അതുൽ എന്ത് ചെയ്തു, അവൻ സ്വന്തമായിട്ടൊരു സംഘം രൂപീകരിച്ചു. ഇവിടെ നമ്മൾ ഓർക്കണം, ഈ അമ്മ പറയുന്നുണ്ട് എത്ര മൃഗീയമായിട്ടാണ് സ്വന്തം മകനെ കൊന്നത് എന്നുള്ളത്. അങ്ങനെ മൃഗീയമായിട്ട് കൊന്ന അവനാണ് 1 വർഷം മുമ്പേ ജാമ്യം കിട്ടിയത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ എന്ത് ചെയ്തു, ഇവരെന്ത് ചെയ്യുന്നറിയാമോ, ഇവൻ പോയിട്ട് വേറൊരു ടീമിനെ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടെ മറ്റൊരു വിഷയം, അതായത് ഈ പറയുന്ന ജിം സന്തോഷ്, ഈ ജിം സന്തോഷും അവിടെയുള്ള ഒരു വ്യാപാരിയുമായിട്ട്, ഒരു ഫാം ഉടമ, ഒരു വ്യാപാരിയുമായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ജിം സന്തോഷിനും അവിടെയുള്ള ഒരു വ്യാപാരിയുമായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതിനു മുമ്പ് അവിടെ മറ്റൊരു ഗുണ്ടാത്തലവനുണ്ട്, അവന്റെ പേരാണ് പങ്കജ് മേനോൻ. ഓർത്തു വയ്ക്കുക, പങ്കജ് മേനോനും ഈ പറയുന്ന ജിം സന്തോഷുമായിട്ട് വിഷയങ്ങളുണ്ട്. പലതരത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ നടക്കുന്നു. പല പ്രാവശ്യവും ഈ പറയുന്ന ജിം സന്തോഷ് പങ്കജ് മേനോനെ കൊല്ലാൻ ശ്രമിക്കുന്നു, അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഈ പങ്കജ് മേനോനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ജിം പിന്നീട് സന്തോഷിനെ കൊല്ലാൻ വേണ്ടി, അതായത് നമ്മുടെ സിനിമയിലൊക്കെ കാണുന്നില്ല, എപ്പോൾ കൊണ്ടല്ലോ അവനെ സ്കെച്ച് ചെയ്ത് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു, പോകുന്നു, വീണ്ടും യൗമാർ അങ്ങോട്ട്. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, ഏതാണ്ട് ഒരു 6 കൊല്ലം കൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ജിം സന്തോഷ് എന്ത് പറയുന്നത് അറിയാമോ, ശരി നമുക്ക് ഇവിടെ എല്ലാം നിർത്താം, നമുക്കൊരു എന്താണ് ഈ പറഞ്ഞത്, നമ്മളെല്ലാം പറഞ്ഞു തീർക്കാം, ഇനി ഈ കുടിപ്പക ഇങ്ങനെ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംയമനത്തിന് വേണ്ടിയിട്ട് ഇവരെ വിളിച്ചു വരുത്തുന്നു എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന പങ്കജ് മേനോൻ അടങ്ങുന്ന സംഘത്തെ വിളിച്ചു വരുത്തി എന്ത് ചെയ്തൊരു കോംപ്രമൈസ് ടോക്കിന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തുന്നു. അവിടെ കോംപ്രമൈസ് ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഈ പറയുന്ന ആരാണ്, ഈ ജിം സന്തോഷ് കത്തിയെടുത്ത് ഈ പറയുന്ന പങ്കജ് മേനോനെ കൂത്തുന്നു. മനസ്സിലായി, അതായത് ചതിക്കുന്നു. നമുക്ക് പറഞ്ഞ് റെഡിയാക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഇവനെ ചതിച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ സംഭവത്തിൽ എന്ത് ചെയ്യുന്നു, ഇവനെ കുത്തിയല്ലോ, ഇവൻ രക്ഷപ്പെട്ടു, അവൻ ജയിലിൽ പോയി, പിന്നീട് ഇവിടെ ഹോസ്പിറ്റലിൽ പോയി രക്ഷപ്പെട്ടു. ഇതിൻ്റെ ഇടയിൽ പല കുത്തും ബഹളം ഒക്കെ നടന്നിട്ടുണ്ട്. ഇവർ പലപ്പോഴും പിന്നെ ഹോസ്പിറ്റലിൽ ആരും മരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പങ്കജ് മേനോനെ കുത്തിയ ആ പേരിൽ ഈ പറയുന്ന ജിം സന്തോഷിനെ എന്ത് ചെയ്തു, പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം ജാമ്യത്തിൽ വിടുന്നു. ഈ ജാമ്യത്തിൽ വിട്ട സമയത്താണ്, ജാമ്യത്തിൽ വിട്ട് എത്രയോ ആഴ്ച എന്തോ കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന ജിം സന്തോഷിനെ വെട്ടിക്കൊല്ലാൻ കാരണം സത്യം പറഞ്ഞാൽ അവിടെ ഒരു ഫാം ഉടമയാണ്. ഈ ഫാം ഉടമയും ഈ പറയുന്ന ജിം സന്തോഷുമായിട്ടുള്ള പ്രശ്നം, ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൽ ഫാം ഉടമയ്ക്ക് ഇവന് 2 പണി കൊടുക്കുന്നു പറഞ്ഞു. ഫാം ഉടമ നോക്കിയപ്പോൾ ഫാം ഉടമയ്ക്ക് മനസ്സിലായി ഈ പറയുന്ന പങ്കജ് മേനോനായിട്ട് ഇവന് ചെറിയ കലിപ്പുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഇവൻ നേരെ വന്ന് കൊട്ടേഷൻ കൊടുക്കുന്നത് ഈ പങ്കജ് മേനോനാണ്. പങ്കജ് മേനോന് ഓൾറെഡി വൈരാഗ്യമുണ്ട്, കാരണം എന്നെ കുത്തിയതാണ്. അതുകൊണ്ട് ഈ പങ്കജ് മേനോൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു കൊട്ടേഷൻ ഏറ്റെടുക്കുകയും ഇവൻ ഡയറക്റ്റ് കൊല്ലാൻ നിൽക്കുന്നില്ല, ഇവൻ നേരെ കൊടുത്ത് ഈ കൊട്ടേഷൻ മറച്ചു കൊടുക്കുന്നു. ഈ മറച്ചു കൊടുത്ത ആരുടത്താണ്, ഈ പറയുന്ന അലുവ അതുൽ എന്ന് പറയുന്ന മറ്റൊരു ഗുണ്ടാ സംഘത്തിലാണ് മറച്ചു കൊടുക്കുന്നത്. ഈ അലുവ അതുൽ ആരാണ്, ഈ ജിം സന്തോഷിന്റെ കൂടെ ഉണ്ടായിരുന്നവരാണ്. ഇവനുമായി തെറ്റിപ്പിരിഞ്ഞ് വേറൊരു സംഘം തുടങ്ങിയവൻ. അപ്പൊ അവനും ഈ പറയുന്ന ജിം സന്തോഷിനോട് വൈരാഗ്യമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അലുവ പിന്നീട് അതുലിന് ഈ കൊട്ടേഷൻ മറച്ചു കൊടുക്കുകയും ഈ അലുവ അതുലും സംഘം കൂടി ചേർന്നുകൊണ്ടാണ് കഴിഞ്ഞ 1 വർഷം മുമ്പ് മാർച്ച് 27-ാം തീയതി ഈ ജിം സന്തോഷിന്റെ വീട്ടിൽ വന്ന് എന്ത് ചെയ്തു, സ്വന്തം അമ്മ ഉള്ള ഒരു പാവം ഒരു അമ്മയും
വയസ്സായ ഒരു അമ്മയും ജിം സന്തോഷും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ CCTV ഒക്കെ അവൻ മുമ്പേക്ക് സ്ഥാപിച്ചു, ആരൊക്കെ അവന്റെ വീട്ടിൽ വരുന്നതൊക്കെ അറിയാൻ വേണ്ടി. അതുപോലെ പോലീസുകാര് നേരത്തെ ഇവന് പറഞ്ഞിട്ടുണ്ട്, ജാമ്യം കിട്ടിയപ്പോൾ പറഞ്ഞത് നിനക്ക് തിരിച്ച് പണിയിടും, അത് നീ ശ്രദ്ധിച്ച് പിന്നെ ജീവിച്ചോണ്ട് നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അവന്റെ മനസ്സിലുണ്ടായിരുന്നു. അവിടെ വെച്ച് യവന്മാരെന്ത് ചെയ്യുന്നു, രാത്രി വന്ന് മറ്റേ ബോംബൊക്കെ എറിഞ്ഞുകൊണ്ട് വന്ന് ഈ സ്വന്തം അമ്മയുടെ വിളിച്ച് അവനെ വെട്ടിക്കൊണ്ടു. ഇവര് പറയുന്നത് കൊല്ലാൻ വേണ്ടിയിട്ടല്ല, കാലിന് താഴെയാണ്. ഓക്കെ, അങ്ങനെ ഈ വെട്ടിക്കൊന്ന സമയത്ത് ഈ വെട്ടിക്കൊന്നപ്പോ ഇവർ രണ്ടുപേരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നത് എന്നുള്ളത്. അതായത് ഇവിടെ വേറൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ അനീർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അതായത് ഈ പറയുന്ന ജിം സന്തോഷിന്റെ പിന്നെ സുഹൃത്തു കൂടിയ അനീർ. ഇവർ ആദ്യം ഈ പറയുന്ന ജിം സന്തോഷിനെ വെട്ടിയതിനു ശേഷം നേരെ അനീറിന്, അതേ അന്നത്തെ ദിവസം നേരെ പോയി അനീർ ഏതോ ഹോട്ടലിൽ എന്തോ ചായ കുടിച്ചുകൊണ്ട് അവിടെ ഇട്ട് അനീറിനെ വെട്ടുന്നു. പക്ഷെ അനീർ രക്ഷപ്പെടുന്നു. അനീർ ഓടി രക്ഷപ്പെടുന്നു, അവൻ ഹോസ്പിറ്റലായി രക്ഷപ്പെടുന്നു. ഈ അനീറാണ് ഇപ്പോ ഈ അതുൽ, അതായത് ഈ അലുവ അതുലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ചുക്കാൻ പിടിച്ചത് എന്നുള്ളത്. ഈ അനീർ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്, ഈ അതുലിനെ ഈ കാറിലിട്ട് വെട്ടിക്കൊന്നപ്പോൾ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചോ ഇതിന്റെ കഥ എങ്ങനെയാണ്. എന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്തു, വെട്ടിക്കൊന്നു. അപ്പം ഈ പറയുന്ന ഇവനെ വെട്ടിക്കൊന്നപ്പോൾ ജിം സന്തോഷിന്റെ എന്ത് ചെയ്തു, അനുയായികൾ ഇപ്പോൾ ജിം സന്തോഷ് ഹാപ്പി ആയിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു സാധനം എടുത്തിരുന്നു. അപ്പൊ ഇപ്പൊ കുറെ എണ്ണത്തിനെ പിടിച്ചുകൊണ്ടുപോയല്ലോ, ഇവർക്കും ഉണ്ടല്ലോ ഇനിയിപ്പം മരിച്ച ഒരുത്തമുണ്ടല്ലോ, മരിച്ച ഒരുത്തനും അവനൊരു ഗുണ്ടാ നേതാവാണ്. അവനൊരു ഗുണ്ടാ നേതാവ്, അവന്റെ അനുയായികളുണ്ട്. അവര് ഇതുപോലെ ഇങ്ങനെ ആഘോഷിക്കുന്ന അവനറിയാം. ഇനി അവന്മാരെന്ത് ചെയ്യും, അവന്മാര് തിരിച്ച് പണിയാൻ വിടും. ഇതെന്ത് നിയമം, എന്ത് തേങ്ങ എന്നൊന്നും എനിക്കറിയത്തില്ല. അന്ന് ആ സമയത്ത്, അതായത് ഈ പറയുന്ന ജിം സന്തോഷിനെ കൊന്ന സമയത്ത് വന്ന ഒരു വാർത്തയും കൂടി വെക്കും. അത് വെക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. മാർച്ച് 27 പുലർച്ചെ 2:45 ആംബുലൻസ് ഡ്രൈവറായ രതീഷിന് ഒരു ഫോൺ കോൾ വരുന്നു. മറുതലയ്ക്കൽ സുഹൃത്ത് സന്തോഷാണ്. എന്റെ വീടിന് മുന്നിൽ കുറച്ച് പേർ വന്ന് നിൽപ്പുണ്ട്, എന്നെ കൊല്ലാനാണത്, എനിക്കറിയാം, നീ പെട്ടെന്ന് പോലീസിനെ വിളിച്ച് ഇങ്ങോട്ട് വരണം. ഇത്രയും പറഞ്ഞ് ആ കോൾ കട്ടായി. കോളിന്റെ ഞെട്ടൽ മാറും മുൻപ് പോലീസിനെ അറിയിച്ച് അല്പസമയത്തിനകം തന്നെ രതീഷ് സന്തോഷിന്റെ താച്ചയിൽ മുക്കിലെ വീട്ടിലെത്തി. അവിടെ ചോരയിൽ കുളിച്ചു കിടക്കുകയാണ് സന്തോഷ്. തൊട്ടപ്പുറത്ത് നിലവിളിയോടെ സന്തോഷിന്റെ അമ്മയുമുണ്ട്. ഒട്ടും വൈകാതെ സന്തോഷിനെ ആംബുലൻസ് കയറ്റി സംഘം ആശുപത്രിയിലേക്ക് പാഞ്ഞു. പക്ഷേ ഈ വഴിമധ്യേ ചോര വാർന്ന് സന്തോഷ് ജീവൻ വെടിഞ്ഞു. പുലർച്ചെ 2:30 വയനക സംഘം സന്തോഷിന്റെ വീട്ടിലെത്തുന്നത്. പതിവ് പോലെ മിനിറ്റുകൾക്കുള്ളിൽ കൃത്യം നടത്തി വന്ന അതേ ഇന്നോവയിൽ അവർ സ്ഥലം കാലിയാക്കി. മുൻപും സന്തോഷമായി കൊമ്പ് കോർത്തുള്ള സംഘമാണ് അലുവ അതുൽ എന്ന വയനക സ്വദേശി അതുലിന്റേത്. നേരത്തെ ഒറ്റ ഗുണ്ടാസംഘമായിരുന്നു ഇരുവരുടേതും. പിന്നീട് പല കാരണങ്ങളാൽ അടിച്ചു പിരിഞ്ഞു. 2 ടീമായതോടെ സ്ഥലത്തെ പ്രധാന അക്രമങ്ങളെല്ലാം ഈ 2 ടീമിൽ ആരെങ്കിലും നടത്തുന്നതാവും എന്ന അവസ്ഥയിലേക്കെത്തി. സന്തോഷിനെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയ പങ്കജിന് ഇയാളുമായി വർഷങ്ങൾ നീണ്ട പകയുണ്ട്. 2019 ഒരു തർക്കമാണ് ഇതിന് തുടക്കം. ഈ തർക്കത്തിന് പിന്നാലെ പങ്കജിനെ വീട്ടിൽ വെച്ച് കൊല്ലാൻ സന്തോഷ് ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഈ കേസിൽ സന്തോഷ് അകത്തായി. ഇതിന്റെ വൈരാഗ്യത്തിന് ആ വർഷം തന്നെ പുറത്തിറങ്ങിയ സന്തോഷിനെ പങ്കജ് വീടിന് സമീപം വെച്ച് ആക്രമിച്ചു. 2024 ഇതിന്റെ വൈരാഗ്യത്തിന് സന്തോഷ് പങ്കജിനെ ആക്രമിച്ച ശരീരത്തിൽ നിരവധി തവണ വെട്ടി. ഈ കേസിൽ കുറച്ചു നാളുകൾക്ക് മുൻപാണ് ഇയാൾ ജാമ്യത്തിലിറങ്ങിയത്. നീണ്ടകാലത്തെ ആശുപത്രി വാസത്തിന് ശേഷം പങ്കജ് ആശുപത്രി വിട്ടതും ഇതേ സമയത്തായിരുന്നു. പട്ടാപ്പകൽ നടുറോഡിൽ തന്നെ കുത്തിവീഴ്ത്തിയ സന്തോഷിനോടുള്ള പകയും ആശുപത്രിയിൽ കിടന്നതിന്റെ അമർഷവും തീർക്കാൻ വയനക സംഘത്തിന് കൊട്ടേഷൻ നൽകുകയായിരുന്നു പങ്കജ് കണ്ടെത്തിയ വഴി. ദീർഘകാലത്തെ വഴക്കിന്റെ ചരിത്രമുള്ളതിനാൽ തന്നെ സന്തോഷും പങ്കജും ഏറ്റുമുട്ടാൻ സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയെങ്കിലും അതിൽ പ്രത്യേകിച്ച് നടപടി ഉണ്ടായില്ല. ആക്രമണം ഉണ്ടാകുമെന്ന വിവരം സന്തോഷിനെയും പോലീസ് അറിയിച്ചിരുന്നുവെന്നാണ് വിവരം. ഒടുവിൽ മാർച്ച് 27 സന്തോഷിന്റെ അവസാന ദിനമായി പങ്കജും സംഘവും വിധി എഴുതി. ഗുണ്ടാ പ്രവർത്തനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ സന്തോഷിന്റെയും അതുലിന്റെയും ഒക്കെ വീടുകളിൽ CCTV ക്യാമറകൾ ഇവർ നേരത്തെ തന്നെ സ്ഥാപിച്ചിരുന്നു. പ്രത്യാക്രമണങ്ങളും പോലീസിന്റെ വരവും ഒക്കെ തിരിച്ചറിയാനായിരുന്നു ഇത്. ഈ ക്യാമറയിലൂടെയാണ് വ്യാഴാഴ്ച പുലർച്ചെ അതുലും സംഘവും വീട്ടിലെത്തിയത് സന്തോഷ് കാണുന്നത്. മുഖംമൂടി ധരിച്ച് പതിവ് ശൈലിയിലായിരുന്നു സംഘം. തോട്ട പൊട്ടിച്ച് പരിസരത്ത് പരിഭ്രാന്തി ഉണ്ടാക്കിയ ശേഷം സന്തോഷിന്റെ വീട്ടിലെ കറണ്ട് കട്ട് ചെയ്യുകയാണ് ഇവർ ആദ്യം ചെയ്തത്. പിന്നീട് വാതിലിൽ മുട്ടി. അമ്മയാണ് കതക് തുറന്നത്. ആ മുറിയിൽ സന്തോഷില്ലെന്ന് മനസ്സിലായതോടെ വീട്ടിലെ മറ്റേ മുറി ചവിട്ടി തുറന്നു. കട്ടിലിൽ കിടക്കുകയായിരുന്ന സന്തോഷിനെ കൂടം കൊണ്ട് തലങ്ങും വിലങ്ങും ആഞ്ഞടിച്ചു. കത്തി കൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചു. കൂട്ടമായുള്ള ആക്രമണമായതിനാൽ പിടിച്ചു നിൽക്കാൻ സന്തോഷിനാവുമായിരുന്നില്ല. അമ്മയുടെ നിലവിളിയും അയാളെ രക്ഷിച്ചില്ല. ഇടതുകാലിന് താഴെ നിർത്താതെ ഏറ്റ പ്രഹരം സന്തോഷിന്റെ ജീവനെടുത്തു. കേസിൽ ഉടൻ തന്നെ അന്വേഷണം തുടങ്ങിയ പോലീസിന് വയനക സംഘത്തെ പിടികൂടാൻ അധികം സമയം വേണ്ടി വന്നില്ല. ഒരേ ശൈലിയിലുള്ള ആക്രമണവും ഇന്നോവ കാറുമൊക്കെ പോലീസിനെ പെട്ടെന്ന് തന്നെ പ്രതികളുടെ അടുത്തെത്തിച്ചു. ഇവർ വഴി പങ്കജ് മേനോനിലേക്കും പോലീസ് എത്തി. പക്ഷേ പങ്കജിനെ അന്വേഷിച്ച് അയാളുടെ വീട്ടിലെത്തിയ പോലീസിനെ കാത്തിരുന്നത് പങ്കജ് അവർക്കായി കാത്തുവെച്ച ഒരു സർപ്രൈസ് ആയിരുന്നു. തലേ ദിവസം രാത്രിയും കൊലപാതകം നടന്ന സമയത്തും താൻ വീട്ടിലുണ്ടായിരുന്നു എന്നതിന്റെ CCTV ദൃശ്യങ്ങൾ. കേസിൽ പങ്കജിന്റെ പങ്ക് സ്ഥിരീകരിക്കാനുള്ള മറ്റു തെളിവുകൾ അപ്പോൾ പോലീസിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല എന്നതിനാൽ തൽക്കാലം അവിടെ നിന്ന് അവർ മടങ്ങി. തുടർന്ന് കേസിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വൈകുന്നേരം പങ്കജിനെ തേടിയെത്തിയ പോലീസിന് അയാളുടെ വക അടുത്ത സർപ്രൈസ്. അവിടെ നിന്ന് പങ്കജ് മുങ്ങി. കൊല നടക്കുന്ന സമയം താൻ വീട്ടിലുണ്ടായിരുന്നുവെന്നും തനിക്കതിൽ പങ്കില്ല എന്നും പോലീസിനെ വിശ്വസിപ്പിക്കാൻ ചെയ്ത ഒരു ചെറിയ ഷൂട്ട്. പക്ഷേ പോലീസ് അടങ്ങിയിരുന്നില്ല. സന്തോഷ് കൊല ചെയ്യപ്പെട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ പങ്കജിനെ ഇവർ വലയിലാക്കി. ഓക്കെ, ഇതാണ് അന്ന് ഈ പറയുന്ന പങ്കജ് സന്തോഷിനെ ഈ പറയുന്ന ജിം സന്തോഷിനെ കൊലപ്പെടുത്തി ഇറങ്ങിയ ഒരു വാർത്ത. ഇതിനകത്ത് വേറൊരു വിഷയം എന്നറിയാമോ,
ഇതിപ്പോ യുവമാര് ആരാദ്യം കൊല്ലുമെന്നുള്ളതാണ്. ഇപ്പോ നമ്മുടെ രണ്ട് ഗുണ്ടാ സംഘങ്ങൾ നമ്മൾ ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊല്ലാൻ വേണ്ടിയിട്ട് അവസരം കാത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ അവനെ കൊന്നതിന് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളൊരു സ്റ്റൈലാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യും, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം പലയിടത്തുമായിട്ട് വെട്ടിയിട്ടുണ്ട്, മരിച്ചിട്ടില്ല, പലപ്പോഴും രക്ഷപ്പെട്ടു. അപ്പം അവൻ ജീവനുണ്ടെങ്കിൽ അവൻ എന്റെ ജീവൻ ആപത്താണ്. അപ്പൊ എന്ത് ചെയ്യണം, അവൻ എന്നെ കൊല്ലുന്ന മുമ്പ് എനിക്ക് അവനെ കൊല്ലണം. എന്തോന്ന് നിയമമാണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. ഇത് എന്തോന്ന് സത്യം പറഞ്ഞാൽ കേരളത്തിലൊക്കെ ഇങ്ങനെ നടക്കുന്നു എന്ന് അറിയുമ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട്. ഈ പറയുന്ന എന്താണ് മുംബൈ അധോലോകത്തെ പോലും ഞെട്ടിക്കുന്ന രീതിയിലുള്ള കഥകൾ ഇത്രയും കാലം ഈ ഗുണ്ടകൾ ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ എന്താണ് അവിടെ അങ്ങോട്ട് തോന്നുമ്പോൾ ഈ ഗുണ്ടകൾക്കെന്ന് പറയുന്നത് ഒരു ക്രൂവലായിട്ടുള്ള ക്രൂഡായിട്ടുള്ള ഒരു മൈൻഡാണ്. അതിലവർക്ക് ഈ കായിക ശക്തിയെക്കാളും പിന്നീട് അവരുടെ മൈൻഡാണ്. അതായത് ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ജിം ആവണമെന്ന് അവൾക്ക് അവനെ മറ്റേ ഗുസ്തി അറിയണമെന്ന് അവന് കറോട്ട അതൊന്നും അല്ല. ഇതിന്റെ മെയിൻ ഭാഗം ക്രൂരതയാണ്. അതായത് ഒരു അച്ഛനെന്നോ അമ്മയെന്നോ സ്ത്രീയെന്നോ വയസ്സായവരെന്നോ ഒന്നും അറിയാതെ കാണുമ്പോൾ വെട്ടി എന്താ ആ ഒരു മനസ്സാണ്. മനസ്സിലായി? എങ്ങനെയെങ്കിലും ഒരു പശ്ചാത്താപവും ഇല്ലാതെ പിന്നെന്താണ് ഒന്നുമില്ലാതെ എന്ത് ചെയ്യാം, ഒരു പച്ച ഇറച്ചി വെട്ടുന്ന ലാഘവത്തോടു കൂടി മനുഷ്യനെ വെട്ടിക്കൊല്ലാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. ആ ഒരു മനസ്സാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുണ്ടകളെ സൃഷ്ടിക്കുന്നത് എന്നുള്ളത്. അതായത് ഗുണ്ടകൾ ഇപ്പം ഈ പറയുന്ന ഗുസ്തി മത്സരത്തിൽ വേറെ ആയാലും കൊണ്ട് അടിച്ച് തള്ളിയിടും. പരസ്പരം നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പക്ഷേ ഇവരുടെ ഒരു ക്രൂര മൈൻഡാണ്, എങ്ങനെയും കൊല്ലണമെന്നുള്ളത്. മനസ്സിലായോ? അടിയും പിടിയൊന്നുമല്ലല്ലോ, കത്തിയെടുത്ത് വാളെടുത്ത് വെട്ടല്ലോ. ഒരു 5 പേര് വന്ന് ഒരുത്തനെ വെട്ടിക്കൊന്നിട്ട് ഞാൻ ഗുണ്ടയാണെന്ന് പറഞ്ഞാൽ അതിനകത്തെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞില്ല, കായികമായിട്ടുള്ള ബലമല്ല, മാനസികമായിട്ടുള്ള വളരെ വൈകൃതമായ എന്താണ് ഒരു ചിന്തയാണ്. മനസ്സിലായി? കൊല്ലണം എങ്ങനെയെങ്കിലും. അതൊരു മനുഷ്യനാണ്, ഒരു ജീവിയാണ്, എന്നെപ്പോലെ ഒരു മനുഷ്യനാണ്. ഒരു കൈ നമ്മൾ വിറയ്ക്കില്ല, കൈ വിറപ്പ് അമ്മർക്ക് ഇല്ല എന്ന് പറയും. എങ്ങനെയും ഏത് രീതിയിലും പച്ച മാംസം വെട്ടുന്ന ലാഘവത്തോടു കൂടി വെട്ടി തീർക്കുക എന്നുള്ള ചിന്തയാണ്. ഇത് ഞാൻ ഞെട്ടുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന കൊല്ലത്ത് ഇതുപോലെ സംഭവങ്ങൾ നടക്കുന്നു. ഇതുപോലെ ഈ ഗുണ്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനൊക്കെ കാരണം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞാണ്. എന്നാൽ ഒരുത്തനെ വെട്ടിക്കൊന്നു കഴിഞ്ഞാൽ ഒരു 5 മാസത്തിന് ഇവരെന്ത് ചെയ്ത് ജാമ്യം കിട്ടുന്നു എന്നുള്ളതാണ്. അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന പാർട്ടിക്കാർ കാണും. പണം ഉണ്ടെങ്കിൽ പണത്തിന്റെ സ്വാധീനം, പാർട്ടിയുടെ ഇതൊക്കെ വെച്ച് അവന്മാർ വീണ്ടും ഉറങ്ങുന്നു, അടുത്തവരെ വീണ്ടും കൊല്ലുന്നു എന്നുള്ളതാണ്. ഈ നിയമം മാറിയതല്ലാതെ ഈ ഗുണ്ട സെറ്റപ്പ് ഒന്നും മാറാനൊന്നും പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് കമന്റ് കൊടുക്കണം. ശരി.